മഴക്കാലമായാൽ പിന്നെ തണുപ്പ് തേടി ദേശാടന കിളികളെ പോലെ സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്താറുണ്ട്. കോടമഞ്ഞിന്റെ കുളിരും തണുത്ത കാറ്റും കൊള്ളാൻ കുടുംബമായും ഒറ്റയ്ക്കുമെല്ലാം സഞ്ചാരികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്താറുണ്ട്. മൂന്നാർ, തേക്കടി, വാഗമൺ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ബോട്ടിങ്ങിനെത്താതെ മടങ്ങാറുമില്ല. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. എന്നാൽ സീസൺ ആരംഭിച്ചതോടെ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഉഷാറായി. நாங்கள் திருப்பூர்லேருந்து வரோம். இதுதான் எங்கள் ஃபஸ்ட் டைம் மூணார் விசிட்டு. ஸோ எங்கள் ஃபேமிலியோட வந்திருக்கோம். மூணார் நாங்கள் எக்ஸ்பெக்ட் பண்ணதை விட ரொம்ப நல்லா இருக்குது. கிளைமேட் நல்லா இருக்குது, க்ளீன்லினஸ், அந்த பிளேசஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது. ஸோ நாங்கள் ரொம்ப என்ஜாய் பண்ணோம். ஸோ ஃபேமிலியோட வந்தங்காட்டி நாங்கள் ஒரு ரிசார்ட்டில் ஸ்டே பண்ணிவிட்டு எல்லா டூரிஸ்ட் ஸ்பாட்லேயும் கொஞ்சம் வீக்கெண்டுங்காட்டி கொஞ்சம் க்ரௌடாக இருக்குது. பட் இருந்தாலும் எல்லா இடமும் சூப்பராக இருக்குது. எக்ஸ்பீரியன்ஸ்லாம் நல்லா இருக்குது. வெதர், ക്ലൈമറ്റെല്ലാം സൂപ്പറാണ്. ചെങ്കുളം അടക്കമുള്ള സെന്റുകളിൽ വലിയ തിരക്കാണുള്ളത്. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പാസ് ഏർപ്പെടുത്തിയതും കേരളത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് കൂട്ടിയിട്ടുണ്ട്. വരയാടുകളുടെ പ്രജനനകാലത്ത് അടച്ചിട്ടിരുന്ന രാജമുല തുറന്നതും ഗുണമായി. ബൊട്ടാണിക്കൽ ഗാർഡൻ, എക്കോ പോയിന്റ്, ദേവികുളം എന്നിവിടങ്ങളിലേക്കും എത്തുന്ന സഞ്ചാരികൾ ബോട്ടിംഗ് ആസ്വദിച്ച ശേഷമാണ് മടങ്ങാറുള്ളത്. ബോട്ടിംഗ് മാത്രമല്ല, ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വഴിയോര കച്ചവടക്കാരും ഹാപ്പിയാണ്. തേക്കടി ബോട്ടിംഗ്, ട്രക്കിംഗ് പരിപാടികൾ, ജീപ്പ് സവാരി തുടങ്ങി ഒട്ടേറെ വിനോദ ഉപാധികൾ തേക്കടിയിൽ ജനങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ എന്തായാലും നിരാശരല്ല. സെമ്മ എൻജോയ് എന്നാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുടുംബം പറയുന്നത്. பயங்கரமா இருக்கு, சூப்பரா இருக்கு. ஃப்ரெஷ் ஏர், அந்த தண்ணி எல்லாம் போடும்போது செம்ம ப்ரீஸ், நல்லா இருக்கு. சூப்பர் எக்ஸ்பீரியன்ஸ். சூப்பரா இருக்குங்க. போட்டிங் அவர் பண்றது செம்ம போட்டிங். அதே போல் இந்த கேமரா, வீடியோ எடுத்து கொடுக்குறக்கு ஹெல்ப் பண்ணது பக்காவாக பண்ணாங்க. செம்ம என்ஜாய் பண்ணோம். அப்படியே கவுத்தர் மாதிரி போய் ലാൻഡിംഗ് பண்ணாங்க. അട്ടഹാസமா இருக்கு. അവർ കേരളത്തിലെ ഹൈറേഞ്ചും ബോട്ടിങ്ങും ഒന്നും മറക്കാൻ സാധ്യതയില്ല. ETV ഭാരത്, ഇടുക്കി.